Hi everyone, it's me Angela Mary here. സോ തീർച്ചയായിട്ടും ഓരോ ഭാരതീയരെയും ഓരോ ഇന്ത്യക്കാരെയും സംബന്ധിച്ച് ഒരുപാട് അഭിമാനമുള്ളൊരു ദിവസമാണ് ജനുവരി 26. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായ ഡേ. സോ ഇന്നത്തെ അതായത് 2019 റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ഞങ്ങൾ ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ് നടത്തുന്നൊരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമാണിത്. സോ എല്ലാവർക്കും വെൽക്കം. ഡിജിറ്റൽ ലോകം ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയാസും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഗവൺമെൻറ് ഒരുക്കുന്ന സുരക്ഷിതത്വം എത്ര പേർക്ക് അറിയാമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ഒരു ചോദ്യവുമായി ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ലെറ്റ്സ് വാച്ച്. ഓൾറൈറ്റ്, ഹായ്, മൈ നെയിം ഈസ് ഏഞ്ചല. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ബെസ്റ്റിൻ. ബെസ്റ്റിൻ എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് പത്തനംതിട്ട. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ഞങ്ങൾ പഠിക്കണം. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റിങ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ഓക്സിജൻ ദ മൊബൈൽ ഷോപ്പിൻ്റെ ഒരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുമായിട്ടാണ്. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ? പിന്നെ തീർച്ചയായിട്ടും ആണ്. അപ്പോൾ അതിനൊരുപാട് നല്ല വശങ്ങളും ഒബിയസ്ലി ചീത്ത വശങ്ങളും ഉണ്ട്. പക്ഷെ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഹാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. വളരെ കൂളാണെന്ന് തോന്നിയിട്ടുണ്ടോ? കൂളായിട്ട് തോന്നിയിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്തയാണ്. ഇത്രയും വളരെ ടിപ്പിക്കലായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്നേക്കാൾ നിന്നിട്ട് അറിയാൻ തോന്നുന്നത് എന്തെങ്കിലും കൂടുതൽ അറിവുണ്ടോ, അതോ ജസ്റ്റ് ഇത് കേട്ടിത് പൊതുവെ എല്ലാവരും കേട്ട് കേൾവിയുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണോ ഇതറിയാവുന്നത്? അല്ല, കുറേ കാര്യങ്ങളിൽ കുറേ പേര് ഇതുപോലെ ഫോട്ടോസ് മൊബൈൽ ഹാക്ക് ചെയ്യുന്നതുമായിട്ട്, പിന്നെ FB അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് കേട്ടറിവുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. സോ ഹാക്കിങ്ങിനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. എന്നേക്കാൾ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. എനിവേ, ഹാക്കിംഗ് 2 രീതിയിലുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ല. എത്തിക്കൽ ഹാക്കിങ്ങും ഉണ്ട്, അൺഎത്തിക്കൽ ഹാക്കിങ്ങും ഉണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഹാക്കിംഗ് ആണ് ഏത്? എത്തിക്കൽ ഹാക്കിംഗ്. അൺഎത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ പൊട്ട രീതിയില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പ് ഹാക്ക് ചെയ്യുക, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും അറിയോ? ഇല്ല. നല്ല രീതിയിൽ ഹാക്കിംഗ് പഠിച്ചാൽ സൈബർ പോലീസിലൊരു നല്ലൊരു പൊസിഷനിലെത്താം. അൺഎത്തിക്കൽ രീതിയിൽ ഹാക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സൈബർ സെല്ലിലെ പോലീസുകാർ പിടിച്ചകത്ത് കിടക്കേണ്ടി വരും. ഇത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പിൻ്റെ സോഷ്യൽ അവയർനെസ് ഭാഗമായിട്ട് നമുക്ക് 2 പോലീസ് ഓഫീസേഴ്സിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സർ നമസ്കാരം. അപ്പോൾ ഞങ്ങളൊരു സോഷ്യൽ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സാറുമാരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വഴി ഹറാസ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണ്? ആദ്യമായിട്ട് എടുക്കുന്ന പ്രിക്കോഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ളവരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നോക്കും. സാറിൻ്റെ അഭിപ്രായം? പോലീസ് സ്റ്റേഷനിലാണ് പറയേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരിട്ട് പോകാൻ പറ്റില്ല. അങ്ങപ്പെടും ഏറ്റവും അടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ പറയാലും പിന്നെ അവരവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവർ 2 പേരും ഡ്യൂട്ടിയിലാണ്. എനിവേ, ഞങ്ങളോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കട്ടെ. ഒരു പ്രശ്നമുണ്ടായെന്ന് കരുതി ആരും മനസ്സ് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. കറക്റ്റായി ഇൻഫോം ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് എവരിവൺ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരു 3 ആൺകുട്ടികളോട് ഇരിക്കുന്നുണ്ട്. അവരോട് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടാണ് ഇവരോട് ഇരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്. ഹായ്, എൻ്റെ പേര് ഏഞ്ചല എന്നാണ്. ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൻ്റെ ഒരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. എന്താ പേരെന്താ? ബെൻഷൻ. എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര്? ആലപ്പുഴ. 3 ജില്ല അല്ലേ, 3 സ്ഥലങ്ങളിൽ നിന്നുള്ള 3 ഫ്രണ്ട്സാണ്. സോ നിങ്ങളെങ്ങനെ പരിചയം? ഇപ്പോൾ SH കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഓൾ റൈറ്റ്.
അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. ശരി, എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളൊരു ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റിന് വളരെ അരഗൻ്റായി അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഒരാൾ കമൻറ്റ് ചെയ്താൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? ഇവിടെ ആദ്യം എങ്ങനെ പ്രതികരിക്കും? നമുക്ക് ലഭിച്ച അതേ ഇതിൽ മറുപടി എടുക്കാൻ ശ്രമിക്കും. ആ ഒരു രീതിയിൽ തന്നെ റിപ്ലൈ കൊടുക്കും. ഇവിടെ ഇദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുമോ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നതാണ്. സൈബർ കേസ് ഫയൽ ചെയ്യും. സൈബർ കേസ് ഫയൽ ചെയ്യും. ഇത്രയും ചെറിയ ശരീരത്തിൽ നിന്ന് വളരെ ബുദ്ധിയൊക്കെ ഉദിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈബർ കേസൊക്കെ ഫയൽ ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്കറിയാലോ, ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമൻറ്റിംഗ് ആണ്. പക്ഷേ നിങ്ങളിങ്ങനെ വളരെ ഇതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പേര് പറയും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അതായത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിന് ഒരു പേര് പറയും. അത് നിങ്ങൾക്ക് അറിയുമെന്നാണ് ചോദിച്ചത്. സൈബർ അറ്റാക്ക് ഏകദേശം അല്ലേ, സൈബർ ബുള്ളിയിങ് എന്നാണ് അതിന് പറയുന്നത്. ചെയ്യുന്ന ആളെ സൈബർ ബുള്ളർ എന്നും പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് എന്ന് പറയുന്നത്, ഈ സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിങ്ങിൻ്റെ അടിയിൽ വരുന്ന ഒരു കേസാണ്. സോ 3 ലക്ഷം രൂപ പിഴയും തടവൊക്കെ കിട്ടാവുന്ന ഒരു വലിയ ശിക്ഷ, ഒരു വലിയൊരു ഒഫൻസും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ, അവർക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഫേസ്ബുക്കിൽ നിങ്ങൾക്കെതിരെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്ത് അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പിൻ്റെ സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുമായിട്ട് ഇപ്പോൾ നമ്മോട് കൂടെ ഉള്ളത് ആനിയാണ്. സോ ആനി എവിടെ നിന്നാണ് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ്. ഓൾറൈറ്റ്. അപ്പോൾ ആനി സോഷ്യൽ മീഡിയാസൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? ഏകദേശമൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ വളരെ ചെറിയൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പ് നമ്പറിൽ ഒരാൾ ആവശ്യമില്ലാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യും? ആദ്യം ചോദിക്കും എന്താ പ്രോബ്ലം എന്ന്. നെക്സ്റ്റ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും. സോ അദ്ദേഹം അത് ബ്ലോക്ക് ചെയ്ത് വേറൊരു നമ്പർ, ആനി അതിനെ ബ്ലോക്ക് ചെയ്തു. അതർവൈസ് ആ പേഴ്സൺ തന്നെ വേറൊരു നമ്പർ എടുത്തു, ആ നമ്പറിൽ നിന്ന് ആനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യും? സെയിം വഴക്കുണ്ടാക്കും, മെസ്സേജ് ചെയ്തിട്ട് പിന്നെയും ബ്ലോക്ക് ചെയ്യും. സെയിം റിപ്പീറ്റേഷൻ, അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റേഷൻ. ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്ന എന്ത് ചെയ്യും? ഫേസ്ബുക്കിൽ വി ഹാവ് എ പ്രൈവറ്റ് അക്കൗണ്ട്. സോ അതിന് പിന്നെ കുഴപ്പമില്ല. അതിലും ഇങ്ങനെ ടോർച്ചറിങ് ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഇതിനുള്ള ഏറ്റവും നല്ല റെമഡി ബ്ലോക്ക് ചെയ്യുക. പിന്നെയുള്ളൊരു ഏറ്റവും നല്ല റെമഡി പാരൻസിനെ അറിയിക്കുക. അതർവൈസ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിവേ, നന്നായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച് ആനി. താങ്ക് യു. ഓൾറൈറ്റ്, നമ്മളുടെ നെക്സ്റ്റ് ടീം ഇവിടെ റെഡിയാണ്. ഹായ് ഫ്രണ്ട്സ്. ഹായ്, റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇവർ. എനിവേ, ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പിൻ്റെ ഒരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേരെന്താ? ദേവ് ശങ്കർ, വിവേക്, ശ്രീനാഥ്, ക്രിസ്പി അല്ലേ? ക്രിസ്. ഓൾറൈറ്റ്, നിങ്ങളെല്ലാവരും എറണാകുളംകാരാണോ? അതെ, പക്ഷേ നിങ്ങൾ തൃശ്ശൂർ ഗഡികളാണ് അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. മോർഫിംഗ് എന്ന് പറയുന്നൊരു ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അറിയോ എന്താ? ഒരു ഐഡിയ ഇല്ല. ഇവിടെ അദ്ദേഹത്തിന് പെൺപിള്ളേരെ അപമാനിക്കാൻ വേണ്ടി പെൺകുട്ടികളെ ആണെങ്കിൽ സ്പെഷ്യലി ഗേൾസ് ആണ്. ഇവൻ ആരെയാണെങ്കിലും അപമാനിക്കാനായിട്ട് തല വെട്ടി മാറ്റി വെക്കുന്നൊരു സംഭവം. അതാണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ മോർഫിംഗ് എന്ന് പറയാം. മോർഫിംഗ് ചെയ്യുന്ന വ്യക്തികൾ, അവർക്കെതിരെ ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശിക്ഷ എന്തായാലും ലഭിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇവര് ഇങ്ങനെ ചെയ്യണത് കുറ്റകരമാണ്, അതിനനുസരിച്ച് ഇവർക്ക് ശിക്ഷ കൊടുക്കണം. ആ ശിക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്നാണ് ഞാൻ ചോദിച്ചത്. അറിയില്ല. ഇവിടെ അറിയോ? എന്ത് ചോദിച്ചാലും ഒരു ഐഡിയ ഇല്ല. അടുത്ത ആൾക്ക് എനിക്കും ഒന്നും അറിയില്ല. ഇദ്ദേഹത്തിന് അറിയാം എന്താണ് മോർഫിംഗ് എന്ന് പറഞ്ഞു അറിയാം, പക്ഷെ അതിൻ്റെ ശിക്ഷകളെ കുറിച്ച് അറിയില്ല. ഇവൻ നമ്മൾ മോഫ് ചെയ്യുന്നു. ഇപ്പം ഇദ്ദേഹമാണ് ഒരു സ്ത്രീയെ മോഫ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവൻ ഇല്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. 18 വയസ്സിന് താഴെയുള്ള ഒരാളുടെയാണ് ചിത്രം നമ്മൾ മോഫ് ചെയ്യുന്നതെങ്കിൽ 10 വർഷം വരെ തടവും. 18 വയസ്സിന് മുകളിൽ, അതായത് പ്രായപൂർത്തിയായവരുടെ ചിത്രമാണ് മോഫ് ചെയ്യുന്നതെങ്കിൽ 7 വർഷം വരെ കഠിന തടവും ലഭിക്കുന്ന ഒരു കേസാണ്
മോർഫിങ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് പാസ് ചെയ്യുക. ഇവൻ ആരും ചെയ്തിട്ടില്ല, പക്ഷെ ഇത് നല്ലൊരു ഇൻഫർമേഷൻ അല്ലേ. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ് എൻജോയ് ചെയ്യുക. കൊച്ചിയിലൊക്കെ വന്നിട്ട് അടിച്ച് പൊളിച്ച് പുളിക്ക് സർവത്തൊക്കെ കുടിച്ച് പോവാം. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ എറണാകുളം സിറ്റിയുടെ ഹൃദയഭാഗമായ മറൈൻ ഡ്രൈവിലാണ്. എൻ്റെ കൂടെ 2 ഗോർജിയസ് ലേഡീസ് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് അവരെ പരിചയപ്പെട്ടു. അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ പേര്? കൃപ. എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇത് കോളേജിലാണ്? സെയിൻറ്റ് ട്രീസസ്. ആൻഡ് യു? മേഘ. സെയിം കോളേജിൽ തന്നെയാണ്, സെയിം കോഴ്സ് തന്നെയാണ്. ഓൾറൈറ്റ്, എവിടെ 2 പേരുടെ വീട്? ഞാൻ കോട്ടയം അങ്കമാലി. ഓക്കെ, അപ്പം ഡെയിലി ബസ്സിന് പോയി വരും? ഹോസ്റ്റലാണ്. ശരി, അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ അറിയാലോ, സോഷ്യൽ മീഡിയ ഇങ്ങനെ എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഒക്കെ അഡിക്റ്റ് ആണോ അതോ ഉപയോഗിക്കാറുണ്ടോ? അഡിക്റ്റ് അല്ല, ഉപയോഗിക്കാറ് മാത്രമേ ഉള്ളൂ. ശരി, നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലോ അപമര്യാദയോട് കൂടി ഒരാൾ നിങ്ങളോട് പെരുമാറിയാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വി ഡോണ്ട് റിയാക്ട്. ഒന്നില്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക, കൂടുതൽ അതിൽ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോയിക്കോളും. സെയിം, കാരണം നമ്മളൊരു എൻ്റർടൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ലൈക്ക് വി കീപ് എൻ്റർടൈനിങ് ദം. ഇഫ് നമ്മൾ റിയാക്ട് ചെയ്ത ഒരു ഇത് കഴിയുമ്പം ഇയാൾ റിപ്ലൈ തന്നു, ഇനി നമുക്ക് ഒന്നും കൂടി ഇതാകാം എന്നുള്ള രീതിയിൽ. സോ അവോയ്ഡ്. ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും. അതർവൈസ് അത് ഇഗ്നോർ ചെയ്യുമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ശല്യം ചെയ്യുന്നവർക്കെതിരെ ഇപ്പോൾ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ വിചാരിക്കുക, ജസ്റ്റ് തിങ്ക് ചെയ്യുക. അപ്പോൾ ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെയുള്ള നിയമവശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? നോട്ട് വെൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വി ഗോ ടെൽ അവർ പേരൻസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഒബ്വിയസ്ലി ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് പോയി പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ നടന്നു. സോ പിന്നെ ഒബ്വിയസ്ലി അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും. Same, and I think there are laws, right, to cyber laws ഉണ്ട്. I mean in Instagram or Facebook നമ്മൾക്ക് അവിടെ തന്നെ അവർ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള. പിന്നെ ഇവിടെ 2 പേരും ഇദ്ദേഹം എന്താണോ പറയുന്നത് അതിൻ്റെ സെയിം ആണ് ഇവിടെയും നമുക്ക് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് ഗോയിങ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ് എവ്രി വൺ. ഓക്സിജൻ ദി ഡിജിറ്റൽ ഷോപ്പിൻ്റെ ജാനുവരി 26 റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമിന് നമുക്ക് പുതിയൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് പേര്? ഐശ്വര്യ. എവിടെ നിന്നാണ് വരുന്നത്? ജലി. എന്താ ചെയ്യുന്നത്? I'm working and I'm also studying here. ഓക്കെ, പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐശ്വര്യയ്ക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, എപ്പോഴാണ് വർക്കിംഗ് ടൈം? എപ്പോഴും Working time is 9:30 to 5:30. മോർണിംഗ് 9:30 to 5:30. ഈവൻ ഈ ഒരു 9:30 to 5:30 എന്നുള്ളൊരു ടൈമിംഗ് മാറുവാണ്. ഒരു നൈറ്റ് ഷിഫ്റ്റിലേക്ക് ജോബ് തിരിയുകയാണെന്ന് വിചാരിക്കാം. സോ ഈ ഒരു ടൈമിങ്ങിൽ രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പെൺകുട്ടി ഒറ്റയ്ക്ക് റോഡിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാൽ എന്താണ് ഒപ്പീനിയൻ? എന്താ? Like in a society where we are living today, like ഒരു പെണ്ണ് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ it's not considered safe. That's pretty much because like of the upbringing of a child in a society. Like I believe that too. Like ഇപ്പോൾ ഒരു ബോയിനെ ഒരു ഫാമിലിയിൽ വളർത്തിക്കൊണ്ട് വന്ന പോലെ അല്ല ഒരു പെണ്ണിനെ ഒരു ഫാമിലി വളർത്തിക്കൊണ്ട് പോന്നെ. ഇറ്റ്സ് ലൈക്ക് എ ജെൻഡർ സോഷ്യലൈസേഷൻ വി ആർ ഡൂയിങ് ഇറ്റ്. സോ ഒരു ആണിനെ വളർത്തിക്കൊണ്ട് വന്ന രീതിയിൽ തന്നെ ഒരു പെണ്ണിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർ പ്രോബ്ലംസ് വുഡ് ബി സോൾവ്. ഫാമിലി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്, സൊസൈറ്റീസ് ഷുഡ് ചേഞ്ച്. അതായത് ആദ്യം വീട്ടുകാരറിയണം ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയായി എന്നതിനേക്കാൾ ഉപരി ആൺകുട്ടികൾക്ക് നൽകുന്ന ആ ഒരു ഫ്രീഡം ഒക്കെ വേണമെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇവൻ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മിസ്ബിഹേവിയർ ഉണ്ടായി ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ എങ്ങനെ റിയാക്ട് ചെയ്യും? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുമോ? അതോ എങ്ങനെ റിയാക്ട് ചെയ്യും? ഹൗ ടു റിയാക്ട്? ബിക്കോസ് ഞാനും ഈ സൊസൈറ്റിയിൽ തന്നെയാണ് ജീവിക്കണത്. സോ എനിക്കും തോന്നാറുണ്ട് ലൈക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നേ എനിക്ക് ഹെൽപ്പ് കിട്ടിയേനെ. കുറച്ച് മലയാളം ഇതാണ്, ഇറ്റ്സ് ഓക്കെ. സോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. ലൈക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളൊരു പെണ്ണായതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് limitations we have. Like
നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിമിറ്റേഷൻസ് ആണത്. ഒരു പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് ആഗ്രഹമുള്ള, ബിക്കോസ് ഐ ആം വർക്കിംഗ് ഇൻ എൻ ആഡ് ഏജൻസി. സോ എനിക്കാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഭയങ്കര കൺസേൺഡ് ആണ് റിഗാർഡിങ് മൈ ജോബ്, ബിക്കോസ് ഐ ഹാവ് ടു ഗോ in the night, during the night hours to meet the clients and to discuss things. ഓക്കെ, അപ്പോൾ അത് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു സൊസൈറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം. ഫസ്റ്റ്ലി അവർ പെണ്ണിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് അത് മാറ്റണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജെൻഡർ സോഷ്യലൈസേഷൻ ഇസ് ദ തിങ്. ഒരു ആണിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ അല്ല ഒരു പെണ്ണിനെ ഇന്നത്തെ സൊസൈറ്റിയിൽ വളർത്തിക്കൊണ്ട് വരുന്നത്. സോ അത് മാറിയാൽ ആ പ്രോബ്ലംസ് വുഡ് ബി സോൾവ്. അതായത് എല്ലാ കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആൾ പറയുന്നത് നമ്മളുടെ ചിന്താഗതി മാറണം, വീട്ടുകാരും കുറച്ചുകൂടെ എന്താ പറയുക പെൺകുട്ടികളെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് വളർത്തണം. അങ്ങനെയാണെങ്കിൽ ഒബിയസ്ലി നമ്മളുടെ ഈ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ് എവ്രി വൺ, ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പിൻ്റെ സോഷ്യൽ അവെയർനെസ് പ്രോഗ്രാമുമായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 2 സ്കൂൾ കുട്ടികളുടെ അടുത്താണ്. ഹായ്, ഹലോ. എൻ്റെ പേര് അമൽ. ഞാൻ +2 ഇളമക്കര പഠിക്കണം. ഇളമക്കരയിൽ പഠിക്കുകയാണ്. ആളുടെ പേര് ജിജോ. സെയിം സ്കൂളിൽ തന്നെയാണ്. +1 പഠിക്കുന്നത്. +2 ഏതാ കോഴ്സ്? ചെയ്താ ഹ്യൂമാനിറ്റീസ് ആണ്. ഇവിടെയും ഹ്യൂമാനിറ്റീസ് ആണ്. രണ്ടുപേരും ഭയങ്കര ചങ്ക് ബ്രോകളാണ്. അതെ, ഓക്കെ. വീട് എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും? അച്ചാളം. ഇയാളുടെ ബോൾഗാട്ടി ഇവിടെ അടുത്ത് തന്നെയാണ്. ശരി, അപ്പം ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണ്. കോളേജ് ഇപ്പോൾ +1 +2 സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഒബിയസ്ലി 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, ജനിച്ചു വീണ പിള്ളേർ വരെ ഫോൺ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. മൊബൈൽ യൂസേഴ്സ് അല്ലേ? ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? ലെനോവോ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും. നിങ്ങളെല്ലാത്തിലും ഈക്വാലിറ്റി ആണ്, നല്ല ചങ്കുകളാണ്. ഓക്കെ, ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് മൊബൈൽ ഫോണിലുള്ളത്? അത്യാവശ്യം എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു 5 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയ ഒഴികെ, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒഴികെ ഏതൊക്കെയാണ് 5 ആപ്ലിക്കേഷനാണ് ഞാൻ ചോദിക്കുന്നത്. PUBG അങ്ങനത്തെ ഗെയിമൊക്കെയാണ്. പൂൾ കളിക്കാറുണ്ട്. ഗെയിംസിൻ്റെ ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ? അങ്ങനെ അതൊക്കെ തന്നെയുള്ളൂ. ടിക്ടോക്ക് ഉണ്ടോ? ടിക്ടോക്ക് ഉണ്ട്. പിന്നെ എന്താ നമ്മൾ വിളിക്കുമ്പോൾ അറിയാനുള്ള ട്രൂ കോളറൊക്കെ ഉണ്ടോ? ട്രൂ കോളറൊക്കെ ഉണ്ട്. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഫോണുകളിലെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഹൈലി സെക്യൂർഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്? അതായത് നിങ്ങൾക്ക് സുരക്ഷയുള്ള ആപ്ലിക്കേഷനുകളാണ് ഇതെല്ലാം എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ട് അങ്ങനെയാണ്. ശരി, ഫോണിലെ കോൾ ഓപ്ഷനിൽ SOS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. ഗെയിമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. എനിവേ, ആ ഓപ്ഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഉണ്ട്. അതിൻ്റേതായ കുറേ ബെനിഫിറ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കോൾ സെറ്റിങ്സ് എടുത്ത് അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ കൂടെ ഇപ്പോൾ 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അടുത്ത 2 ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ അടുത്ത 2 പേരോട് ഇനി അടുത്ത ചോദ്യവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നു. ഹലോ, ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പിൻ്റെ സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളെ പരിചയപ്പെടാൻ പോവുകയാണ്. എന്താണ് പേരെന്താ? ഷജീർ. എവിടെ നിന്നാണ് വരുന്നത്? ചെറുതുരുത്തി. കലാമണ്ഡലം ചെറുതുരുത്തി. ഓക്കെ, നല്ല നാട്ടിൽ നിന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. എനിവേ, അവയർനെസ് പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചെറിയ കാര്യം ചോദിക്കാൻ പോവാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണോ? ഉപയോഗിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എനിവേ, ഞാൻ ഫേസ്ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഈവൻ വാട്സാപ്പിലൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഹാക്കിംഗ് അറിയാമല്ലോ? കേട്ടിട്ടുണ്ട് അല്ലേ? ശരി, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടില്ല. സന്തോഷവാനാണ്. അതുകൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടാൽ അതിനെതിരെയുള്ള ഒരു നിയമ നടപടിയെക്കുറിച്ച് എന്തെങ്കിലും അവയർനെസ് ആണോ? ഇല്ല, അറിയില്ല. അതിന് അങ്ങനെ ഇപ്പോൾ ഞാൻ ചേട്ടനെ ഹാക്ക് ചെയ്താൽ എനിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചൊന്നും അറിയില്ല. ഇദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള നിരവധി ഓപ്ഷൻസുകളുണ്ട്. അതിനോടൊപ്പം ഹാക്ക് ചെയ്യുന്ന ആൾക്ക് 3 ലക്ഷം രൂപ പിഴയും 3 വർഷം വരെ കഠിന തടവും ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയാം ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടെന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. ഞാൻ എനിവേ പാസ് ചെയ്തു. ഓഫ് കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക, ഹാക്ക് ചെയ്യപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് 3 ലക്ഷം രൂപ വരെ പിഴയും 3 വർഷം വരെ കഠിന തടവും ലഭിക്കാവുന്നൊരു വലിയൊരു ഒഫൻസാണ് ഹാക്കിംഗ്. ഹലോ,
ഹായ്. ഹലോ. ഹലോ. ഭയങ്കര ചിരിച്ച് നിൽക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, എന്താ പേരെന്താ? മിലൻ. മിലൻ എവിടെ നിന്നായിരുന്നു? ഞാൻ എടപ്പള്ളിയിൽ നിന്ന്. ആളുടെ പേര്? ഹാഷിം. ഹാഷിം. എടപ്പള്ളി തന്നെയാണോ? കളമശ്ശേരി. കളമശ്ശേരി. അടുത്തടുത്ത 2 സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ എത്തിയിരിക്കുകയാണ്. അറിയാമല്ലോ, നമ്മളുടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഓക്സിജൻ മൊബൈൽ ഷോപ്പ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നുള്ളൊരു ചെറിയ സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൊബൈൽ യൂസേഴ്സ് ആണെന്ന് കാണുമ്പോൾ പറയാം, 2 പോക്കറ്റിൽ മൊബൈലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒരു പോക്കറ്റിലുള്ളൂ. ഓക്കെ, ശരി. എൻ്റെ ചോദ്യം ഇതാണ്, അറിയില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരികയാണ്, ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു, നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും? ആദ്യം ഹലോ, ആരാണ്, ഏതാണ്, എന്തിനാണ് വിളിച്ചത്, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ നോക്കും. അതല്ലെങ്കിൽ മീൻസ് എന്താ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം വിളിച്ചു, റോങ് നമ്പർ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വീണ്ടും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം, അപ്പോൾ എന്ത് ചെയ്യും? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. പെൺകുട്ടി ആയതുകൊണ്ട് എന്ന് വിചാരിക്കരുത്, ഇവനൊരു ആൺകുട്ടി ആണെങ്കിലും നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? എന്താ കാര്യം, എന്താണെന്ന് ചോദിക്കും നമ്മൾ. കാരണം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ ചോദിക്കും എന്താ കാര്യം, എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിക്കും. ശല്യാണെന്ന് തോന്നിയാൽ പിന്നെ ബോയ്സ് പൊതുവെ പറയുന്ന പോലെ വച്ചിട്ട് പോടാ എന്ന് പറയും. ഇതേവോ അങ്ങനെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക? ചോദിക്കും എന്താ കാര്യം, ആരാ ചോദിക്കും. രണ്ടാമത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൺപിള്ളേർ മലയാളത്തിൽ പറഞ്ഞ പോലെ സംസാരിക്കും. വളരെ സംസ്കാരമുള്ളവരായി ആൺകുട്ടികളെ പോലെ പെരുമാറുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ നിർത്താതെ ഫോൺ വിളികൾ വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ ബ്ലോക്ക് ചെയ്യും അല്ലേ? നിങ്ങൾ പിന്നെ നിങ്ങളുടേതായ രീതിയിൽ അവരതങ്ങ് ഹാൻഡിൽ ചെയ്ത് വിടുന്നതാണ് പറയുന്നത്. പക്ഷേ സൈബർ സെല്ലിൽ അതിലൊരു നിയമവശമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്നുമില്ല, ട്രൂ കോളർ വഴി നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ കോളുകൾ വരാത്ത രീതിയിൽ നിങ്ങൾക്കതൊരു ബെനിഫിറ്റായിട്ട് മാറും. ഇവൻ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷനാണ് നൽകുന്നത്. ഇനിയും നിങ്ങൾക്കത് ശല്യമായിട്ട് മാറുകയാണെങ്കിൽ ഏറ്റവും നല്ല വഴി സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പിൻ്റെ ഭാഗമായി നടത്തിയ ഈ ഒരു അവയർനെസ് പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. സോ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറിബഡി. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ സേഫ്.